ട്രിവാൻഡ്രത്ത് എല്ലായിടത്തും ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും അധികം ഞാൻ കവറൊന്നും ചെയ്തിട്ടില്ല. അപ്പം വിചാരിച്ചു കുറച്ച് ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ചുമ്മാ ഒന്ന് പോകാമെന്ന്. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ്. ദേ ദൂരെ കാണുന്നതാണ് ടെമ്പിൾ നമ്മളുടെ. ഇതിപ്പം നല്ല രാവിലെയാണ്. എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയി മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തായാലും ഇത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകളും ഒന്നും തുറന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ നമ്മുടെ ചാല മാർക്കറ്റിലൂടെ നടക്കാമെന്ന്. നേരത്തെ ഞാൻ ഈ വഴി പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ നടന്നൊന്നും പോയിട്ടില്ല. അപ്പം ആകെ നമുക്ക് പോകാൻ പറ്റുന്നത് ഈ ചാല മാർക്കറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ വെറുതെ നടന്ന് കണ്ട് പർച്ചേസൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും എല്ലാം തുറന്ന് കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളായിരുന്നു. ചാല മാർക്കറ്റ് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. ചാളയാണോ ചാലയാണോ, ചാല എന്നാവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ വെറുതെ ഇതിലേക്കൂടെ കുറേ നേരം നടന്നു. സത്യത്തിൽ ഞാൻ ഈ ക്ലിപ്പ് ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ വെറുതെ കിടക്കട്ടെ, ചാല മാർക്കറ്റ് കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കുറേ ദൂരം ഉണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ നടന്നു. ഞാൻ പക്ഷേ ഫുൾ ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല. ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ ഇടാൻ പോകുന്ന വീഡിയോക്കെല്ലാം വളരെയധികം ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ പൊന്മുടിയിൽ മുമ്പേ പോയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആണിത്. അന്നും ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്തെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നെങ്കിലും ഞാനന്ന് എഡിറ്റ് ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ കൂടാണ് കേട്ടോ ഈ വരുന്നത്. പിന്നെ ഇവിടുന്ന് ഒന്ന് ഞാൻ കുറേ ദൂരം നടന്നു. ഞാൻ പറഞ്ഞ പോലെ കുറേ ദൂരം നടന്നു. പക്ഷേ എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ചെറിയ ചെറിയ ക്ലിപ്സ് കുറച്ചെടുത്ത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തി. നടന്ന് അത്യാവശ്യം നെയ്യൊക്കെ കളഞ്ഞുകൊണ്ടും ബാക്കി ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ തുറക്കാൻ ഏകദേശം സമയമായതുകൊണ്ടും ഞാൻ ജസ്റ്റ് പോയിട്ട് മാപ്പൊക്കെ ഒന്ന് നോക്കി എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടെന്ന്. അവിടെ തന്നെ KSRTCയുടെ ഉല്ലാസ യാത്രകളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താലും മതി. അങ്ങനെയും കുറേ സർവീസസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ ബസ്സിൽ കയറി ശേഷം ഒരു ഓട്ടോയിൽ കയറിയിട്ട് നേരെ പോയത് ആക്കുളത്തോട്ടാണ്. ആക്കുളത്ത് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നതിനെ പറ്റി കുറേയധികം കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പോയ സമയത്ത് ഇത് ഓപ്പൺ അല്ലായിരുന്നു. ഇതൊരു ബൈ റൂട്ട് ആയിട്ട് തന്നെ ഹൈവേയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എപ്പോഴും ബസ്സോ കാര്യങ്ങളോ കിട്ടത്തില്ല. ഇടയ്ക്കൂടൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാനൊരു ഓട്ടോ പിടിച്ചാണ് വന്നത്. എബൌട്ട് 60 റുപ്പീസ് എന്തോ ആണ് ആയത്. ഭാഗ്യത്തിന് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞാനും പിന്നെ കുറച്ച് കൊച്ചു പിള്ളേരെയും കൊണ്ട് വന്നിട്ടുള്ള കുറച്ച് ഫാമിലിയൊക്കെ ഉള്ളായിരുന്നു. എൻട്രി ടിക്കറ്റ് ഒക്കെ ഭയങ്കര കുറവാണ്. അഡൽറ്റിനാണെങ്കിലും ചിൽഡ്രനാണെങ്കിലും ഭയങ്കര കുറവാണ്. ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ 20 രൂപയും അഡൽറ്റ് ആണെന്നുണ്ടെങ്കിൽ വെറും 30 രൂപയേ വരുന്നുള്ളൂ. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണെന്ന് പറയുന്നതായിരിക്കും കുറേയും കൂടെ നല്ലത്. ഈ ഒരു ലിസ്റ്റ് നോക്കിക്കോളൂ. അത്ര ആക്ടിവേറ്റല്ല ഇവിടെ കാണുന്നതെങ്കിലും അറിയാൻ സാധിച്ചത് മാരേജ് ഷൂട്ടിങ്, പിന്നെ ഫിലിം ഷൂട്ടിങ്, സീരിയൽ ഷൂട്ടിങ് എല്ലാം ഉണ്ട്. അതുപോലെ ഒരു എയർഫോഴ്സിൻ്റെ മ്യൂസിയം ഉണ്ട്. സ്വിമ്മിങ്ങും പോസിബിൾ ആണ്. പിന്നെ ഈ കാണുന്ന പോലെ ഹൈറോപ്പിലുള്ള കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. അത് തന്നെ സിപ്പ് സൈക്കിള്, സിപ്പ് ലൈനൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡൽട്സിനല്ല കൊച്ചു പിള്ളേർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഒരു സ്പോട്ടാണെന്ന് തന്നെ പറയാം. എങ്കിലും ഇനി അധികം ആൾക്കാർക്കൊന്നും അറിയാത്തത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഒരുപാട് കുട്ടികളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിരുന്നില്ല. ഇപ്പോൾ വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ കുട്ടികളെയും കൊണ്ടിട്ട് കുറേ ടൈം സ്പെൻഡൊക്കെ ചെയ്യിപ്പിക്കാനോ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നല്ലൊരു സ്പോട്ട് തന്നെയാണ് ഇത് വരുന്നത്. എൻട്രൻസിലുള്ള ആ ഒരു പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ താഴെ കാണുന്ന ഒരു റൈഡ്സിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും കൊടുക്കണ്ട. പക്ഷേ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ റോപ്പിലുള്ള ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ ഒരു പേയ്മെൻറ്റ് കൊടുക്കുമെങ്കിലും അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വേർത്താണ്. പിന്നെ കുറേ ആൾക്കാർക്ക് ഇനി അറിയാത്തതാണോ എന്നറിയത്തില്ല. മിക്ക ആൾക്കാരും മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഈവൻ കിഡ്സുമായിട്ട് വന്നവർ പോലും താഴെ ഈ ഒരു ഇത്രയേ ഉള്ളൂ എന്ന് കരുതിയിട്ടായിരിക്കണം കുറേ ആൾക്കാർ അവിടെ തന്നെ നിന്നിട്ട് അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കിഡ്സിനെയും കൊണ്ടൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. പിന്നെ ട്രിവാൻഡ്രത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കിഡ്സിനെ സ്പെൻഡ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിലും കൊണ്ടുവരാൻ പറ്റിയ ഒരു സ്പോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 10:00 ശേഷമാണ് കേട്ടോ ഈ ഒരു ആക്ടിവിറ്റി സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് നമുക്ക് എൻട്രൻസ് ഉള്ളത്. പിന്നെ ഇവിടുന്ന് ഒന്ന് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കൊണ്ട് തന്നെ ഒരു ബാനറും അവിടെ തൂക്കിയിട്ടുണ്ട്. 10:00 ശേഷം മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ താഴെ നിൽക്കുന്ന സമയത്ത് ഈ ആക്ടിവിറ്റീസൊക്കെ ഇത്രയും നമ്മൾ സിപ്പ് ലൈൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് താഴെ നിന്നുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റത്തില്ല. ആകെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിന് മുകളിൽ വല്ലതും ഉണ്ടോ, നമുക്ക് കയറാൻ കഴിയുമോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ ഒരു പെഡിക്യൂറാണ്, ഫിഷ് പെഡിക്യൂറിൻ്റെ. നമ്മൾ അഡൽട്സ് ആണെന്നുണ്ടെങ്കിൽ 110, സ്റ്റുഡൻസ് ആണെങ്കിൽ 100 ഉള്ളൂ. പക്ഷേ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അത് വെള്ളം നിറയ്ക്കുന്നതേ ഉള്ളായിരുന്നു. അത് മാത്രമല്ല എനിക്ക് അത്ര ഇൻട്രസ്റ്റഡ് അല്ല ഈ പെഡിക്യൂർ ഫിഷിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊരു ചെയ്തിട്ടുമില്ല. അങ്ങനെ മുകളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ കുറേയധികം കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. ഒരുപാടില്ല, ഈ കാണുന്ന ഇത്രയും ആൾക്കാരേ ഉള്ളൂ. കൂടുതലും എനിക്കൊന്ന് കപ്പിൾസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു 12D തിയേറ്റർ, പിന്നെ ഹൈറോപ്പിൻ്റെ വരുന്ന ഒരു 10 സംഭവങ്ങളുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ അഡൽട്സിനാണെന്നുണ്ടെങ്കിൽ 100ഉം സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 90 രൂപയെ ഓൾമോസ്റ്റ് എല്ലാത്തിലും വരത്തുള്ളൂ. പിന്നെ കിഡ്സിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 ഐറ്റംസ് വേറെ ഉണ്ട്. പിന്നെ കാർണിവൽ സോൺ എന്ന് പറഞ്ഞിട്ട് ആർച്ചറിയുടെയും ഗൺഷോട്ടിൻ്റെയും പ്രത്യേക ഒരു ഏരിയയും കൂടെ ഉണ്ട്. ഇത്രയാണ് വരുന്നത് ടോട്ടൽ.
ആർച്ചറിക്കും ഗൺ ഷോട്ടിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്രത്യേക ഒരു ചെറിയൊരു കെട്ടിടമാണ്. അതിനകത്താണ് അത് രണ്ടും നടക്കുന്നത്. പക്ഷേ അവിടൊന്നും പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. മേ ബി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെപ്പറേറ്റ് പേയ്മെൻറ്റ് ആയതുകൊണ്ടാവാം. പിന്നെ നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും ചില്ലറ വാങ്ങിച്ച് കഴിക്കാനുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു കെട്ടിടം അതിനും സെപ്പറേറ്റ് ഉണ്ട്. കുറച്ചും കൂടെ മുമ്പോട്ട് നീങ്ങുമ്പോഴത്തേക്കാണ് ആക്കുളത്തിൻ്റെ ഏറ്റവും ആക്കുളം ഇത്രയും ഫേമസ് ആയത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ പേരിലാണല്ലോ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നിൽക്കുന്നത്. ഈ മുകളിൽ നിന്ന് തന്നെ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും സ്വിമ്മിങ് ഏരിയ, അതുകൊണ്ട് തന്നെ ഒരു ബോട്ടിംഗ് ഏരിയ ഉണ്ട്. ഈ കാണുന്നത് ആ ഒരു ബോട്ടിംഗ് ഏരിയ ഒക്കെ വരുന്നതാണ്. ആ ഒരു മഞ്ഞ കളർ കുളമായിട്ട് കിടക്കുന്ന കുളം, അതിനകത്താണ് ബോട്ടിങ് വരുന്നത്. എയർഫോഴ്സ് പിന്നെ സ്വിമ്മിങ് ഏരിയ ആണ് ആ ദൂരെ കാണുന്നത്. ഇത്രയൊക്കെയാണ് ഇവിടെ ടോട്ടലി ഉള്ളത്. കേരളത്തിൽ ഗ്ലാസ് ബ്രിഡ്ജസ് വളരെ കുറവാണ്. എന്നാണ് 4-5 സ്പോട്ടിലേ ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. വയനാടും പിന്നെ വാഗമൺ, കരിപ്പൂർ, പിന്നെ എന്താണ് മിനി ഊട്ടി, അങ്ങനെ എന്താണ് 4-5 സ്പോട്ടിലേ ഉള്ളൂ. പിന്നെ വരുന്നത് നമ്മുടെ ഇവിടെ ആണ് ട്രിവാൻഡ്രത്ത്. പക്ഷേ അത് ഇതുവരെയും ഓപ്പൺ ആയിട്ടുമില്ല. ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് കിഡ്സിൻ്റെ ഒരു സ്ലൈഡിങ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ആ റോപ്പിൻ്റെ കോഴ്സസ് മെയിനായിട്ട് വരുന്നത്. ഇത് ആക്ച്വലി ഞാൻ കരുതിയത് വലിയ ആൾക്കാർക്ക് ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. ഇതാണ് നമ്മൾ അഡൽട്ടും സ്റ്റുഡൻസിനും ഒക്കെ പറ്റുന്നത്. നമ്മൾ ഈ ഒരു റോപ്പ് ലൈന്, സിപ്പ് ലൈൻ എന്നൊക്കെ പറയുമ്പോൾ കുറേയും കൂടെ ഒരു ഭയങ്കര ഡിസ്റ്റൻസിലാണല്ലോ ഉദ്ദേശിക്കുന്നത്. മേ ബി ചിൽഡ്രൻസിനെയും കൂടെ ഉദ്ദേശിച്ചത് കൊണ്ടായിരിക്കാം ഒരു ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്. മിക്കത് ഈവനിങ് ഒക്കെ ചെയ്തോളെന്ന് പറഞ്ഞു. മേ ബി പൊരി വെയിലായതുകൊണ്ടായിരിക്കാം. അതിനുശേഷം കുറച്ചും കൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് കിഡ്സ് സോൺ, ഗെയിമിംഗ് സോൺ എന്ന് പറയുന്നത്. കൊച്ചുങ്ങൾ തീരെ ചെറിയ പിള്ളേർക്കൊക്കെ പറ്റിയ ബെസ്റ്റ് ഏരിയ ആണ് ഈ വരുന്നത്. ഇവിടെ എല്ലാം അതിൻ്റെ എത്രയാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് 12D ഏരിയ വരുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നതിനകത്ത് എനിക്ക് പ്രയോജനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇതായിരിക്കും. ഇതിനകത്ത് ഞാൻ കയറണം എന്ന് വിചാരിച്ചതേ ഇല്ല. കാരണം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി 2-3 ആൾക്കാർ കണ്ടിട്ട് ഇറങ്ങിയിരുന്നു. അത് മാത്രമല്ല പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് ഈ തിയേറ്ററിനകത്ത് പോയിരുന്ന് ഇത് കാണാനായിട്ട് നിൽക്കണം. പക്ഷേ അവിടുത്തെ സ്റ്റാഫുകൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒറ്റയ്ക്ക് പോയിരുന്ന് കണ്ടുള്ള ഒരു പ്രശ്നമില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും പോയിരുന്ന് കാണാം. 12D ആണല്ലോ. കുറേ ഷോകളുണ്ടെങ്കിലും അവർ നമുക്കൊരു ഷോ സജസ്റ്റ് ചെയ്യും. അത് കാണുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ വേറൊരെണ്ണം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലതാണോ, എല്ലാം നല്ലതാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് എയർഫോഴ്സിൻ്റെ മ്യൂസിയം വരുന്ന ഒരു ഡയറക്ഷനാണ് ഇത് വരുന്നത്. ഇവിടാണ് നമ്മളുടെ ഒരു സ്വിമ്മിങ് ഏരിയ, ബോട്ടിംഗ് ഏരിയ ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. പിന്നെ ഈ കാണുന്നത് ബബിൾ ബോൾ ആണ്. ഇതിനകത്ത് കയറിയിട്ടില്ല ചവിട്ടി പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ്. ഇതിൻ്റെ നേരെ മുകളിൽ നിന്നുകൊണ്ട് നമുക്കും ആ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ പറഞ്ഞത് കൂട്ട് തന്നെ നേരെ നടന്നു പോകുന്നതാണ് നമ്മളുടെ ഒരു എയർഫോഴ്സിൻ്റെ മ്യൂസിയം. പിന്നെ ഈ ബോഡി കാണിച്ചിരിക്കുന്നത് പോലെ ലെഫ്റ്റിലോട്ട് പോകുമ്പോഴാണ് മ്യൂസിക്കൽ ഫൗണ്ടൻ. ഞാൻ അങ്ങോട്ട് പോയിരുന്നില്ല, നേരെയുള്ള സ്ട്രെയിറ്റ് ആ ഒരു റൂട്ടിലോട്ട് പോയി ജസ്റ്റ് അവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട്. ഒരു സ്വിമ്മിങ് ഏരിയ, പിന്നെ എയർഫോഴ്സിൻ്റെ മ്യൂസിയം ആയതുകൊണ്ടായിരിക്കും വിമാനത്തിലാണ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ട് ഇവിടെ നിന്നോട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മളുടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പറ്റും. ഇത് തുറക്കുന്ന സമയത്ത് എന്തായാലും ഈ ഒരു സൈലൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രത്യേകം ഫീസ് വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഞാൻ കയറിയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന 2 ഡെസ്റ്റിനേഷനാണ് ശംഖുമുഖവും വേളിയും. അങ്ങനെ അവിടെ നിന്ന് ബസ് ഇറങ്ങി വേറൊരു ജംഗ്ഷനിൽ വന്ന് നിന്നു. അവിടെ നിന്ന് പിന്നെ വേറൊരു പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്